ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത് ഇതിൻ്റെ ആദ്യാവസാനം ശ്രദ്ധാപൂർവം കേൾക്കാൻ എല്ലാവരും ഒരു സന്നദ്ധത കാണിക്കണമെന്നതാണ്. വിമർശകരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് തുറന്ന മനസ്സോടെ മുൻവിധികൾ മാറ്റിവെച്ച് ഈ പ്രോഗ്രാം വീക്ഷിക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനും സത്യത്തെ മനസ്സിലാക്കാനുമുള്ള ഒരു അവസരമുണ്ടാകും എന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ഓൺലൈനായി ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകളും ഇത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടണമെന്ന ചിന്തയോടുകൂടി അവർക്ക് കൂടി ഈ പ്രോഗ്രാം എത്തിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണമെന്നും ആമുഖമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിസ്ഡം യൂത്ത് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 5ാമത്തെ ഡയലോഗാണ് ഇന്ന് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് വളരെ പ്രസക്തമായ വിഷയങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വിലപ്പെട്ട ഡയലോഗുകൾ അന്ന് വിജയകരമായി വിസ്ഡം യൂത്ത് ഇസ്ലാമിക് ഓർഗനൈസേഷൻ നടത്തിയിട്ടുണ്ട്. ഇന്ന് ഡയലോഗിനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വിഷയം ഹദീസ് അജയ്യവും അന്യനവുമാണ് എന്ന സന്ദേശമാണ്. 2 പ്രമാണങ്ങൾ ഇസ്ലാമിക ശരീഅത്തിൽ ഏറ്റവും പ്രധാനമായി അതിൻ്റെ നിയമാവലികളും ഇസ്ലാമികമായ പ്രമാണങ്ങളായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അത് പരസ്പര പൂരകങ്ങളും ഒന്നിനെ വിശദീകരിക്കുന്നതുമാണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഹദീസിനെ വേർപെടുത്താനോ, ഹദീസ് വേറെയാണ് ഖുർആൻ വേറെയാണ്, വിശുദ്ധ ഖുർആൻ ഉള്ളപ്പോൾ ഹദീസിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചില നിരൂപകന്മാരും കാര്യങ്ങൾ വേണ്ടത്ര ആലോചിച്ച് മനസ്സിലാക്കാൻ ബുദ്ധി ഉപയോഗിക്കാത്ത ആളുകളുമൊക്കെ അഭിപ്രായപ്പെടാറുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അതിൻ്റെ പദങ്ങളും ആശയങ്ങളും ഒന്നിച്ച് പൂർണ്ണമായും വിവിധ ഘട്ടങ്ങളിലായി വഹിയായി അഥവാ ദിവ്യ സന്ദേശമായി ലഭിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിശുദ്ധ ഖുർആൻ്റെ വിശദീകരണമായോ സാന്ദർഭികമായ കാര്യങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയോ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രവാചകനും ഭരണാധികാരിയും യുദ്ധപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവനും സാമൂഹികമായ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവരും എന്ന നിലക്ക് മാനവരാശിയുടെ മാർഗദർശനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട മഹാനായ പ്രവാചകൻ എന്ന നിലക്ക് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. സൂറത്തുൻ നജ്മിൻ്റെ തുടക്കത്തിൽ തന്നെ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹ, സ്വന്തം അഭീഷ്ടമനുസരിച്ച് അദ്ദേഹം ഒന്നും സംസാരിക്കുന്നില്ല, അദ്ദേഹം സംസാരിക്കുന്നത് വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പ്രത്യേകം വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. വഅൻസൽനാ ഇലൈക ദിക്റ, ആ ഉത്ബോധന സന്ദേശം അഥവാ വിശുദ്ധ ഖുർആൻ നാം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, അവർക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് അത് വിശദീകരിച്ചു കൊടുക്കണം.
നിങ്ങൾക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് തുടങ്ങിയ ജീവിതത്തിലെ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഇബാദത്തുകൾ, ആ ഇബാദത്തുകളുടെ മൊത്തമായ കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഹദീസിൽ നിന്നാണ്. ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, തീർച്ചയായും നമസ്കാരം സമയനിർണിതമായ പ്രത്യേക നിശ്ചിത നിർണിത സമയങ്ങളിൽ നടക്കേണ്ട ഇബാദത്താണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. പക്ഷേ ആ സമയത്തിൻ്റെ തുടക്കം എപ്പോഴാണ്, അതിൻ്റെ ഒടുക്കം എപ്പോഴാണ്, 5 നേരത്തെയും നമസ്കാരത്തിൻ്റെ സമയം കൃത്യമായി എപ്പോഴാണ്, അതിൻ്റെ റക്അത്തുകളുടെ എണ്ണം എത്രയാണ്, അതിലെ ഓരോ ചലനങ്ങളിലും പറയേണ്ട പ്രാർത്ഥനകൾ എന്താണ്, ഇതൊക്കെ ഹദീസുകളിലാണ് നിന്നാണ് നമുക്ക് കിട്ടുന്നത്. സക്കാത്തിനെ സംബന്ധിച്ച് പല ആയത്തുകളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രേരണ നൽകുകയും അതിൻ്റെ നിർബന്ധമായ അവസ്ഥ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ വിശദാംശങ്ങൾ എവിടെ? അത് കന്നുകാലികൾക്ക് ഇത്ര, കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾക്ക് ഇത്ര, കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾക്ക് ഇത്ര, നാണയങ്ങളുടെ ഇതിന് ഇത്ര, ഇങ്ങനെ തുടങ്ങി ഓരോ സക്കാത്തിൻ്റെ ശാഖകളിലും ഏത് രീതിയിലാണ് അത് വിതരണം ചെയ്യേണ്ടത് എന്ന് ഹദീസുകളിലാണുള്ളത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി തറക്തു ഫീക്കും ഷൈഅൈനി ലൻ തളില്ലു ബഅദഹുമാ കിതാബല്ലാഹി വസുന്നതി വലൻ യതഫറഖ ഹത്താ യരിദ അലൽ ഹൗദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങളിൽ 2 കാര്യങ്ങൾ വിട്ടേച്ചുകൊണ്ടാണ് പോകുന്നത്. അത് ഉള്ളിടത്തോളം നിങ്ങൾ വഴി തെറ്റിപ്പോവുകയില്ല. ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബ് അഥവാ വിശുദ്ധ ഖുർആൻ, സുന്നത്തി എൻ്റെ ചര്യയുമാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും പരസ്പരം വേർപ്പെടുത്തി അതിനെ 2 ധ്രുവങ്ങളിലാക്കി ഒരിക്കലും അതിനെ സ്വീകരിക്കാൻ സാധ്യമല്ല. രണ്ടും പരസ്പര പൂരകമാണ്. അതുകൊണ്ട് അവ രണ്ടും വേറിട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. ഹത്താ യരിദാ അലൽ ഹൗദ്. അങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ഒരു സ്ഥാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഹൗദുൽ കൗസർ, അവിടെ പരലോകത്ത് എത്തുന്നത് വരെ ഈ വിശുദ്ധ ഖുർആനെയും അതുപോലെ തന്നെ ഹദീസിനെയും തമ്മിൽ വേർപെടുത്താൻ സാധ്യമല്ല. ഇപ്പോൾ സഹോദരന്മാരെ, ഈ രൂപത്തിൽ വളരെ വിലപ്പെട്ട ഹദീസിനെക്കുറിച്ചും വിശുദ്ധ ഖുർആനെക്കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കാനും അവ പരസ്പരം എങ്ങനെയാണ് പൂരകമായി തീരുന്നത്, ഒന്നിന് എങ്ങനെയാണ് ബലപ്പെടുത്തുന്നത്, നമ്മളൊരു മുസ്ലിമിൻ്റെ ജീവിതത്തിലെ ആരാധനകളുമായും അതുപോലെ തന്നെ സാമൂഹികമായ നിയമങ്ങളുമായും മുആമലാത്ത് ഇടപാടുകളുമായുമൊക്കെ ഈ 2 കാര്യങ്ങൾക്കും എങ്ങനെ അത് ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഒന്നിനെ എങ്ങനെ അത് പിന്തുണക്കുന്നു, സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സശ്രദ്ധം ഇന്ന് നടക്കുന്ന ഈ ഡയലോഗ് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അതുകൊണ്ട് അതിനായി എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ ഡയലോഗ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്. ജസാക്കുമുല്ലാഹു ഖൈറ. ഡയലോഗ് 5.0 ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ പി എൻ അബ്ദുൽ ലത്തീഫ് മദനി അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു.